ചില സ്ത്രീകൾക്കുള്ളൊരു അഹങ്കാരമാണ്, എനിക്കൊരു ആണിനെ ഒരു പുരുഷനെ തകർക്കണമെങ്കിൽ എനിക്കൊരു കേസ് കൊടുക്കാം. ഈ സ്ത്രീയും പുരുഷനും ഉള്ളിടത്ത് ഈ വികാരം ഉണ്ടല്ലോ. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവർക്ക് എന്താ വേറെ മിഷനുണ്ടോ ശരീരത്തിൽ? പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, കഴിവുള്ള ഒരുപാട് പേര് വളർന്നില്ലേ? അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടാവാം, പക്ഷെ ആ റൂട്ടിൽ എന്നെ പെടുത്തരുത്. ഈ കേസ് കൊടുത്താൽ ന്യൂസുകാർ പുറത്തു വിടുന്നത് ഒരു പുരുഷന്റെ ഫോട്ടോ, പേര്, കുടുംബചരിത്രം എല്ലാം വിടും. പെൺകുട്ടിയുടെ പേര് വരുന്നത് ഇര. നാളെ ഇത് വിട്ടതിന് ശേഷം പുരുഷൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുളത്തിൽ തെറ്റുകാരനല്ലെന്ന് പറയും. അതിനോട് ചേച്ചി എങ്ങനെ യോജിക്കും? എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തേ ഇല്ല. ഇര എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പുരുഷന് ഫോട്ടോയും ഇതും കൊടുക്കുകയാണെങ്കിൽ ഇരയുടെ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഇപ്പൊ സിദ്ദിഖിനെ പറ്റി എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര ഇതാക്കിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിഷ്ടമാണ് സിദ്ദിഖിനെ. പലരും പലതും പറയും, അത് നമ്മൾ കേൾക്കില്ല. അവരോട് അങ്ങനെ ആയിരിക്കും, അത് അവരങ്ങനെ ആയതുകൊണ്ട്. നമ്മളോട് എങ്ങനെയാണ് പെരുമാറിയത് സിദ്ദിഖ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. ആരെന്ത് വേണം പറഞ്ഞോട്ടെ, അതിലൊന്നും ഞാൻ നിൽക്കില്ല. ഈ ദിലീപേട്ടനായിട്ടുള്ളൊരു സൗഹൃദം എന്ന് പറയാം. എന്തിനാളുകൾ ആ മനുഷ്യനെ കല്ലെറിയുന്നു? അദ്ദേഹത്തിനെ പറ്റി ഈ പറയുന്ന കേസുകളും കാര്യങ്ങളും ഉണ്ടല്ലോ, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത് അതൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോണേന്നാണ്. ആ മനുഷ്യൻ അത് ചെയ്യില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ദിലീപ് രക്ഷപ്പെട്ടു വരണം എന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ. എത്ര കാലം ദുഃഖിച്ച് ജീവിക്കും? അതിനുശേഷം വന്നതിലൊന്നും തന്നെ ആ ഒരു പഴയ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അയ്യോ, മമ്മൂക്ക എൻ്റെ ജീവനാ. മമ്മൂക്ക എന്നെ സഹായിച്ചിട്ടുണ്ട്. ജീജി ചേച്ചി വിചാരിച്ച, ജീജി ചേച്ചി കണ്ടറിഞ്ഞ, മനസ്സറിഞ്ഞ മമ്മൂക്ക എന്താണ്? ജം ഓഫ് എ മാൻ, പൊന്ന്. Celluloid Film Magazine. Hey, it's me Ajin Varghese. Let's welcome to our show Chat with Ajin. ഇതിനോടൊപ്പം ഉള്ളത് പ്രൊഡ്യൂസറാണ്, ആക്ട്രസ്സാണ്, അതിലുപരി ഒരു മനുഷ്യമുള്ളൊരു സ്ത്രീയാണ്. നമുക്ക് ഏറ്റവും സന്തോഷം എന്നൊരു കാര്യം, എനിക്കത് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. കാരണം ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യും. ഒരു കൈ അറിയുന്ന മറു കൈ അറിയല്ലേ എന്ന് പറയുമ്പോൾ പോലും സംസാരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു എളിമത്വം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്ന് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം. നമസ്തേ. ഒത്തിരി സന്തോഷം കേട്ടോ കാണാൻ സാധിക്കും. എനിക്ക് സന്തോഷം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അജിന്റെ ഒരു ഫാനാണ്. താങ്ക് യു. ചേച്ചി, ഞാൻ ആദ്യം തന്നെ ഇന്റർവ്യൂ സൂചിപ്പിച്ചു, പ്രൊഡ്യൂസറാണ്, ആക്ട്രസ്സാണ്. പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി ആരുടെയും പറയുകയും നിലപാടുകളുടെ ഉറച്ചു നിൽക്കുന്ന നീജ സുരേന്ദ്രൻ എന്ന് പറയുന്ന ചേച്ചി, ഇതിനൊരു തുടക്കകാലം എങ്ങനെയായിരുന്നു? തുടക്കകാലം ഞാൻ ശരിക്കും ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് എന്നെ ഒരു സ്കൂൾ അധ്യാപികയാക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. കാരണം അന്നത്തെ കാലത്ത് അവർക്ക് ഈ ജാതകം ഇതിലൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് എന്നെ അറ്റ് ദ ഏർലിയസ്റ്റ് കല്യാണം കഴിച്ചു കൊടുത്തു. കാരണം ജാതകത്തിൽ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഡിഗ്രി എടുക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് ഊട്ടിയിലാണ് കൊണ്ടുപോയത്. അദ്ദേഹം അവിടെ മാനേജറായിരുന്നു, അവിടെ ടി എസ്റ്റേറ്റിൽ, ബ്രൂക്ക് ബോൺ ടി എസ്റ്റേറ്റിൻ്റെ മാനേജറായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് അവിടെ നിന്നു. പിന്നെ പ്രഗ്നൻ്റായി, കുട്ടിയായി, കുഞ്ഞ് സ്കൂളിലാകുന്ന സമയത്ത് എനിക്കൊരു ഏണിംഗ് മെമ്പർ ആവണമെന്ന് ചെറുതിലേ ഒരു താല്പര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, കുഞ്ഞിലേ ഉണ്ട്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ അവിടെ പോലീസിൽ ആളെ എടുക്കുന്നു പറഞ്ഞിട്ട് അന്ന് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഈ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരിയല്ലേ ഉള്ളൂ. പക്ഷേ ഞാൻ SSLCക്ക് പഠിക്കുന്ന സമയത്ത് പിന്നെ ഈ August 15 ഒരു ഡൽഹി പ്രോഗ്രാം അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് NCCയിലുള്ള സമയത്ത്. അപ്പം എനിക്ക് പോലീസിൽ സെലക്ഷൻ കിട്ടി. അന്ന് കിട്ടി +2 കഴിഞ്ഞപ്പം. അപ്പം എൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല, ഡിഗ്രി പഠിക്കണം, ടീച്ചർ ആവണം എന്നുള്ളത്. അതല്ല, ആ സ്ത്രീയാണ്, പെണ്ണാണ്, പോലീസൊന്നും ആവണ്ട, ടീച്ചറായാൽ മതി എന്നുള്ളത്. ശരി, ഓക്കെ. പക്ഷെ അതിനുശേഷമാണ് ഈ ജാതകം പറയുന്നൊന്നും പറഞ്ഞ് കല്യാണം കഴിച്ചു കൊടുത്തു. അദ്ദേഹം എന്നെ പൊന്നുപോലെ നോക്കി, കുഞ്ഞായി അവിടെ നിന്ന് ഈ ഏണിംഗ് മെമ്പർ ആണെന്നുള്ളൊരു മനസ്സിലുള്ളൊരു ആഗ്രഹം എന്നും കിടക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, കുഞ്ഞിനെ LKG ചേർക്കുന്ന സമയത്ത് അവിടെ വേറൊരു സ്കൂളിൽ എൻ്റെ ബയോഡാറ്റ കൊടുത്തു. എനിക്കവിടെ അക്കൗണ്ട്സിൽ ജോലി കിട്ടി. അക്കൗണ്ട്സിൽ എനിക്ക് ആദ്യം കിട്ടിയ എത്രയെന്നറിയാം? 2000 രൂപ ശമ്പളം. അന്ന് ആ കാലത്ത് 2000 രൂപയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പോഴും ഞാൻ വെച്ച് എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് 2000 രൂപ അദ്ദേഹത്തിന് കൊടുക്കാമല്ലോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ 2000 തുടങ്ങി അതങ്ങനെ ആയി വർഷങ്ങളായി. പിന്നെ അവിടുന്ന് ഊട്ടിയിലെ ക്ലൈമറ്റ് എനിക്ക് പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായി ഡോക്ടർ അഡ്വൈസ് ചെയ്തു, ഈ ക്ലൈമറ്റിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നീട് അത് ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞു. ക്വിറ്റ് ഫ്രം ഊട്ടി, അവിടുന്ന് മാറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഈ
സീരിയൽസിൻ്റെ ഒക്കെ കാലം. അന്ന് ഈ ടെലിവിഷനിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു ഡാൻസറായിരുന്നു. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റുമല്ലോ, എന്നെപ്പോലുള്ളവർ അഭിനയിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇതിലേക്ക് പോകണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറയുകയും ചെയ്തു ഇതിങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ബയോഡാറ്റ അയക്കുകയാണ്. സീരിയൽ ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ട്, 35 വയസ്സുള്ള അമ്മവേഷം ചെയ്യാൻ താല്പര്യമുള്ളവരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിലൊരു പബ്ലിസിറ്റി കാണും. അന്ന് ഈ ഇതൊന്നുമില്ല, മൊബൈലില്ല, ഫോട്ടോ എടുപ്പില്ല, ഷൂട്ടില്ല, ഒന്നുമില്ല. ഒരു പഴയ കാലത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്ത് സെലക്ഷനായിട്ട് അവരെന്നെ വിളിക്കുകയാണ് തൃശ്ശൂർ ഒരു ഇൻ്റർവ്യൂവിന്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം വരികയാണ്. വന്ന് അവിടെ 17 പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. 17 പേര്. ആ 17 പേരിൽ ഞാൻ പരിചയപ്പെട്ടവരിൽ അവരൊക്കെ നാടക നടിമാരായിരുന്നു. എനിക്ക് ആ ഹിസ്റ്ററി ഇല്ല. അപ്പം ഡാൻസ് മാത്രമാണ്. അപ്പം ഞാനിങ്ങനെ സ്വയം വിചാരിച്ചു, ഞാനിവിടുന്ന് പൊട്ടിപ്പോകും, കാരണം വെച്ചാൽ എല്ലാവരും നാടക നടിമാരല്ലേ, അങ്ങനെ വിചാരിച്ചു. പക്ഷേ ആ ഇൻ്റർവ്യൂസിൽ എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ടും കുഞ്ഞുങ്ങളാവാത്ത ഒരമ്മ. ആ അമ്മ ഓണ സമയത്ത് കുറേ കുഞ്ഞുങ്ങൾ പുറത്തു നിന്ന് കളിക്കുമ്പോൾ ആ കുട്ടികളെ കണ്ടിട്ടുള്ള വികാരം എങ്ങനെയായിരിക്കും, പിന്നെ ഭർത്താവ് എൻട്രി ആകും, ഭർത്താവിനോട് പ്രതികരിക്കണം നമ്മൾ. അതാണ് തന്നിരിക്കുന്ന സബ്ജക്റ്റ്. ഞാനിത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് സ്വയം ഞാൻ അവിടെ ചോദിക്കുക ജഡ്ജസിൻ്റെ അടുത്ത്, എനിക്കൊരാളെ തരുമോന്ന്. എൻ്റെ ധൈര്യം നോക്കണേ, എനിക്കൊരാളെ തരും. എന്തിന്? ഒരു ഭർത്താവായിട്ട് ഇവിടെ നിൽക്കാൻ ഒരാളെ വേണം, എങ്കിലല്ലേ നമുക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ, പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ഞാൻ ചെയ്തോളാം, എനിക്കൊരാളെ തരാമെന്ന്. അങ്ങനെ അതിൽ ജഡ്ജായിട്ടിരുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് നിന്നു. ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാണുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടു, ഈ കുറേ കുട്ടികൾ അവിടുന്ന് കളിക്കുന്നതിൻ്റെ വിചാരം എല്ലാം വന്നു. ഓട്ടോമാറ്റിക്കായി കണ്ണിൽ വെള്ളം വന്നു. വെള്ളം വന്നതിന് ശേഷം ഞാൻ തിരിഞ്ഞ് എൻ്റെ ഭർത്താവിനെ നോക്കുന്നു, ആ ക്യാരക്ടറിന്. ആ ഭർത്താവിനെ നോക്കും. ആ ഭർത്താവിൻ്റെ ഷർട്ട് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് എപ്പോൾ ഈ ഇതുപോലൊരു കുഞ്ഞിനെ കളിപ്പിക്കാൻ എനിക്ക് പറ്റും? ദൈവം എന്തിന് ഞങ്ങളെ ശിക്ഷിച്ചു അല്ലേ ചേട്ടാ എന്ന് പറഞ്ഞ് കരയുക. അതിൽ ഡയലോഗ് ഇല്ല, ഞാനായിട്ടാണ് പറയുന്നത്, ഞാനായിട്ട് പറയാണ്. കാരണം എങ്ങനെയെങ്കിലും ഈ ജഡ്ജസ് എന്നെ ഒന്ന് സെലക്ട് ചെയ്യണ്ടേ. കാരണം അവിടെ ഉള്ളവരെല്ലാം എന്ന് പറഞ്ഞാൽ നാടക നടിമാരും നല്ല സുന്ദരിമാരും എന്നെ പോലെയൊന്നും എല്ലാവരും നല്ലവരാ. അപ്പോൾ ഇങ്ങനെ നിന്ന് ഞാനങ്ങനെ പൊട്ടി അങ്ങ് കരഞ്ഞ്, റിയലായിട്ട് കരഞ്ഞിട്ട് അവർ യെസ് മതി എന്നിട്ട് ഇങ്ങനെ വെച്ചത് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും കരയാം. എന്നിട്ട് പിന്നെ തുടച്ചെടുത്ത് പിന്നെ പുറത്ത് വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 11:45 ഈ സംഭവം. അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് മുന്നേ ഇൻ്റർവ്യൂവിന് വന്നവരെല്ലാം പോയി നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ളവർ അവിടെ നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു എന്ത് പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിൽ 2 പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞവർ അവിടെ ഇരിക്കുന്നുണ്ട്, അവരോട് അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ശരി, ഓക്കെ. 1 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പോൾ അവർ എന്നെ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു പോയി. അവരെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ്റർവ്യൂ വന്നതിൽ 4 പേര്, അതിലൊരാൾ ഞാനാണ്. അവന് വന്നു. അന്ന് ഫോണല്ല, ലാൻഡ് ഫോൺ മാത്രമാണ്. പിന്നെ പേജറുണ്ട്. പേജർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എങ്ങനെയാണെന്നറിയാം, മെസ്സേജ് ഇങ്ങനെ അയച്ച് നമ്മൾ പേജറിൽ വരും, വലിയൊരു സംഭവം, എറിക്സൻ്റെ ഒരു. എന്നിട്ട് അവരാ പേജറിൽ ആ മെസ്സേജിൽ നമുക്ക് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ലാൻഡ് ഫോണിൽ നിന്ന് അവരെ വിളിക്കാം. അങ്ങനെ ഒരു സംഭവം അന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ബാക്കി കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തു. അതൊക്കെ പൊക്കോളാൻ പറഞ്ഞു. പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വിളിക്കുക തൃശ്ശൂർ ഷൂട്ടിന്. സെലക്റ്റായി. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് സാരി ബ്ലൗസ് എല്ലാം എടുത്തിട്ട് വരണം, പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ അതായത് അന്ന് ഈ എന്താ പറയുക, ചാരായത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പേരിപ്പോൾ ഇങ്ങനെ മറന്നുപോയി. അവരുടെ കഥയാണ് അതെടുക്കുന്നത്. ശ്യാം സുന്ദറാണ് അതിൻ്റെ കമ്പനി, റിയൽ സ്റ്റോറി. അപ്പം നമ്മളെ സ്ഫടികം ജോർജാട്ടനാണ് അതിൻ്റെ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സീന് ഞാൻ മറക്കില്ല, ഒരിക്കലും മറക്കില്ല. വൈകുന്നേരം സീൻ എടുക്കുന്നത്. ഞാൻ അന്ന് രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തി. ഊട്ടിയിൽ നിന്ന് തൃശ്ശൂരാണ് ഷൂട്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് സ്ഫടികം ജോർജാട്ടൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ കള്ളം പറഞ്ഞാണ് വിറ്റിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുടുംബിനിയാണെങ്കിൽ പോലും പേരിന് മാത്രമേ കുടുംബമുള്ളൂ. ഇനി നീ ഇവിടുന്ന് അങ്ങോട്ട് എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടാൽ എൻ്റെ 2 മക്കളെ പട്ടിണിയാക്കരുത്. ഇനി ഈ ജോലി ഞാൻ ചെയ്യില്ല, ഇന്നത്തോടുകൂടി ഞാൻ നിർത്തി
പക്ഷെ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് സ്പടിയൻ ജോർജാട്ടൻ്റെ കാല് തൊട്ട് നമസ്കരിക്കുന്നതാണ് ആദ്യത്തെ സീന്. ഞാൻ ഇന്നും ജോർജാട്ടനോട് പറയും, നിങ്ങളെ കാല് തൊട്ടാൻ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നത്. അപ്പം ജോർജാട്ടൻ പറയും, ജിജ രക്ഷപ്പെട്ടില്ലേ, എൻ്റെ കാല് തൊട്ടിട്ടെന്ന് പറയും. അന്ന് തുടങ്ങിയതാണ് അഭിനയം. 26 വർഷം കഴിഞ്ഞു, 27ാമത്തെ വർഷം. അങ്ങനെ 26 വർഷം വരെ ആ ഒരു തുടക്കത്തിൽ നിന്ന് മുന്നോട്ട് ഇവിടം വരെ എത്തി ദൈവം. എത്തിച്ചു. ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ടെൻഷൻ എല്ലാം അന്നും ഇന്നും എന്നും ഉണ്ടാകും. അപ്പോഴും ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ നേരത്ത് ഹസ്ബൻഡ് ആണെങ്കിൽ നോ പോലും പറഞ്ഞിട്ടില്ല. നോ 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 പുള്ളിയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നത്. അതിനുശേഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹമാണ്, ഭർത്താവാണ് എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത്. എന്തിനാണെന്നറിയാം, വേറൊരു ഇന്റർവ്യൂവിന്. എന്താ വെച്ചാൽ മെറിലാൻഡ് കുമാർ എന്ന് പറയുന്ന മെറിലാൻഡ് കമ്പനീൻ്റെ പഴയ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കുകയായിരുന്നു എന്നെ. അവിടെ എത്തിയ സമയത്ത് പുള്ളിയെടുത്ത്, ഇന്ന് ഞാൻ മെറിലാൻഡിൽ ഷൂട്ടിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറിയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും. കാരണം പുള്ളിയാണ് എന്നെ അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കുന്നതെന്ന് പറയാൻ കാരണം, ഞാൻ വെറുതെ കാണാൻ പോയപ്പം പുള്ളി ഏഷ്യാനെറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു സീരിയൽ, തുടക്കകാലം സീരിയൽ ചെയ്യാൻ പോന്നു. പക്ഷെ അതിൽ ആർട്ടിസ്റ്റ് നാളെ വേണം, പക്ഷെ ആളില്ല. എന്ത് ചെയ്യും, ഒരമ്മ വേഷത്തിന് ആൾ വേണം. അപ്പം എന്നെ കണ്ട ഉടനെ ഇവര് മതി. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഡ്രസ്സില്ല, ഒന്നുമില്ല, എടുത്തില്ല. അങ്ങനെ 7 സാരി 7 ബ്ലൗസ്. വൈകുന്നേരം കോസ്റ്റ്യൂമർ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ അളവെല്ലാം എടുപ്പിച്ച് പിടിച്ച് സെറ്റാക്കി. പിറ്റേ ദിവസം മുതൽ ഷൂട്ടാണ്. എൻ്റെ ഭർത്താവ് എന്നെ അവിടെ ആക്കി തന്നിട്ട് പോവുകയാണ്, പുള്ളിക്ക് ലീവില്ല. അങ്ങനെ അവരുടെ ഹോട്ടലിൽ താമസിച്ച്, ഇന്നത്തെ ന്യൂ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ട് ഇവിടെ തമ്പാനൂർ, ഇവിടെ അതിൻ്റെ ബാക്കിൽ അവരുടെ സ്ഥലമുണ്ട്. അവിടെയാണ് എല്ലാവരും താമസിക്കുക, ആർട്ടിസ്റ്റുകളെല്ലാം അവിടെയാണ് താമസിക്കുക. അവിടെയാണ് ഞാൻ താമസിച്ചത്. അങ്ങനെ ഷൂട്ട് ചെയ്തു. ആദ്യം 7 ദിവസം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ധോനി എന്ന് പറയുന്ന ഒരു മെഗാ സീരിയൽ വീണ്ടും തുടങ്ങും. അതിൽ മധു സാറിൻ്റെ സിസ്റ്ററായിട്ടൊരു ക്യാരക്ടർ, ടീച്ചറാണ് വേഷം. അതിനും അവർ തന്നെ ഡ്രസ്സ് തന്നു. അങ്ങനെ മൊത്തം 17 ദിവസം ഷൂട്ട് ചെയ്തു. 7 ദിവസം എന്ന് പറഞ്ഞത് 17 ദിവസം. അത് 2 സീരിയലായിട്ട്, മെഗാ സീരിയലായിട്ട് 2 സീരിയലിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കോയമ്പത്തൂരേക്ക് പോകണം. കോയമ്പത്തൂരിൽ നിന്നാണ് ഊട്ടി പോകേണ്ടത്. അപ്പം ഞാൻ പൈസയൊന്നും ചോദിക്കുന്നില്ല. കാരണം എനിക്ക് അവസരം കിട്ടി, അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭ്രാന്തല്ലേ, എനിക്ക് ഭ്രാന്താ. പണം എന്താണെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ പോകാൻ നേരത്ത് പുള്ളി 1000 രൂപ ഡെയിലി വെച്ചിട്ട് 17 ദിവസത്തിന് 17,000 രൂപ തന്നു. ഏത് കാലത്ത്? 26 കൊല്ലം മുമ്പേ തന്നിട്ട് 1000 രൂപ ബസ്സിനും തന്നു. ബസ്സിനോ ട്രെയിനിനോ എങ്ങനെയോ വേണം പോകാം. 1000 രൂപ തന്നു. ഊട്ടി വരെ എത്തണ്ടേ, അതിനാണ് 1000 രൂപ തന്നത്. എനിക്കാകെ കൂടി ഇതിനകത്ത് എന്താണെന്നറിയില്ല. കവറിനകത്ത് പൈസ തന്നു, ക്ലിപ്പ് ചെയ്തു, 1000 രൂപ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് വണ്ടിക്ക് പോകുമ്പോൾ യൂസ് ചെയ്തോ എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ പൊളിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ രാത്രി ബസ്സാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നു, പുള്ളി കോയമ്പത്തൂർ വെയിറ്റ് ചെയ്തു. രാത്രിത്തെ ബസ്സിന് ഇവിടുന്ന് കയറുന്നു, രാവിലെ കോയമ്പത്തൂരെത്തും, ബസ് സ്റ്റാൻഡിലെത്തും. രാവിലെ അവിടെ എത്തിയ ഉടനെ ഞാൻ ഈ കവറും ഈ 1000 ബസ്സിന് കൊടുത്ത ബാക്കിയെല്ലാം കൂടി ചേർത്ത് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലങ്ങ് കൊടുക്കുക. സന്തോഷം എനിക്ക്. എന്താണെന്നറിയില്ല, എൻ്റെ ഭർത്താവ് പെർമിഷൻ, പുള്ളി സമ്മതിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഇതിൽ വരൂല ആണല്ലോ. അപ്പം എൻ്റെ ഭർത്താവിന് ഒരു കൈസഹായം എൻ്റെ വക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. പുള്ളിയുടെ ഈ എല്ലാ ചെലവുകളും പുള്ളിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ഏണിംഗ് മെമ്പർ ആവണം എന്ന് എനിക്ക് കുഞ്ഞിലേ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇതങ്ങ് കൊടുക്കുന്നുണ്ട്. പുള്ളി എന്നോട് പറയാം, അന്ന് ഞങ്ങൾക്ക് മാരുതി ചുവന്ന കാറാണ്, മാരുതി 800. വാ മിണ്ടാതിരിക്കും, നമുക്ക് വണ്ടി കയറിയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ചേട്ടാ നോക്കാം. ഞാനിങ്ങനെ പിടച്ച് പറയാണ്. അങ്ങനെ കാറിൽ കയറി പുള്ളിയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നോട്ടുകൾ, എനിക്ക് കരച്ചിൽ വന്നു. അല്ല ദൈവമേ, ഒരു ദിവസത്തിന് 1000 രൂപയോ? അന്ന് എനിക്ക് ശമ്പളം 12,000 രൂപയാണ് മാസത്തിൽ. 12,000 രൂപ ഉള്ളൂ. അപ്പം ഞാനെന്ത് വിചാരിക്കുന്നേ, ഇത് തന്നെ പരിപാടി നല്ലത്. കാരണം ഇവിടെ ആകെ 17 ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും രൂപ കിട്ടിയില്ലേ? അങ്ങനെയാണ് 30,000 രൂപ കിട്ടൂലേ? എൻ്റെ ഭർത്താവിന് ഇഷ്ടം, മനസ്സിന് കൊതിയുള്ള ഫീൽഡ്. ഭ്രാന്താണ് എനിക്ക് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നും ഇന്നും. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു, ഇനി ഞാൻ പിന്നോട്ടില്ല, ഈ വെച്ച കാലം മുന്നോട്ട് തന്നെ. പക്ഷേ ഈ ഹോട്ടൽ താമസം, അത്
ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാരണം നമുക്ക് വാഷ് ചെയ്യാനും പിടിക്കാനും അല്ല ഇത്രയും ദിവസത്തെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെയൊക്കെ കൊണ്ടുവരണേ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വാടകയ്ക്ക് വീടെടുക്കാം, വാടകയ്ക്ക് വീടെടുത്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ടൈം ഇവർ വിളിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് എന്നോടൊപ്പം വന്ന് ഇവിടെ ഒരു സർക്കിൾ പുള്ളി തന്നെ എല്ലാം ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി വാടകയ്ക്ക് വീട് കാലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എടുത്തത്. അവിടെ അപ്സ്റ്റെയർ വീട്ടിന് 2000 രൂപ വാടകയുള്ളൂ. ഒരു 2 റൂമും ഒരു കിച്ചണും ഇങ്ങനെയൊക്കെ ഉണ്ട്. വെറും 2000 രൂപ വാടകയ്ക്ക് നിന്നു. കാരണം താഴെ ആളുണ്ടല്ലോ, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ എയർപോർട്ടിലാണ് പുള്ളിക്ക് ജോലി, തമ്പി അയാളുടെ പേര്. അപ്പം അങ്ങനെ അവർ നല്ല കുടുംബമായിരുന്നു. അവരോടൊപ്പം ഇങ്ങനെ നിന്ന് ഞാൻ ഇങ്ങനെ ഡെവലപ്പായി. അന്നത്തെ കാലത്ത് ഒരു ദിവസം 3 ലൊക്കേഷനൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ. ഇവിടുന്ന് രാവിലെ 2 സീൻ എടുക്കും, അടുത്ത ഇതിലേക്ക് പോകും, രാത്രി വീണ്ടും ആദ്യം തുടങ്ങിയെടുത്ത് വരും. അങ്ങനെയായി ദിവസം നല്ല വരുമാനമായി. അങ്ങനെ 1000-ൽ നിന്ന് അത് 2000, 3000, 4000, 5000 കയറി ഈ 16 വർഷം കഴിയുമ്പോഴേക്കും ജീജ തിരുവനന്തപുരത്ത് ഒരു വീട് വെച്ചു. ഞാൻ എന്തിനാ വീട് വെച്ചതെന്നറിയാം. തുടക്കകാലത്ത് എന്നെ എൻ്റെ ഭർത്താവ് സമ്മതിച്ച് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പം എൻ്റെ റിലേഷൻസും ഹസ്ബൻഡിൻ്റെ റിലേഷൻസ് കുറ്റമൊന്നും പറഞ്ഞില്ല. എൻ്റെ റിലേഷൻസിൽ പലരും പറഞ്ഞു, നല്ല ഭർത്താവ്, നല്ല ഉദ്യോഗം, വിദ്യാഭ്യാസമുണ്ട്, എന്നിട്ട് എന്തിനീ ഇൻഡസ്ട്രിയിൽ വന്നു? ഇതായിരുന്നു അവരുടെ ചോദ്യം. അല്ല, അവരെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി വളരെ മോശമാണ്. അപ്പം നാളെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്തൊരു സ്ഥലമെത്ത് എന്തിന് ഇത്രയും നല്ല ഉദ്യോഗം രാജിവെച്ച് ഇവിടെ നിന്നു, എന്തിന് അദ്ദേഹം സമ്മതിച്ചു? ഇതാണ് അവരുടെ ചോദ്യമായിരുന്നു. അപ്പം അവരോടുള്ള തിരിച്ചൊരു ചോദ്യത്തിനാണ് ഞാൻ, നാട്ടിലെനിക്ക് സ്വത്തുണ്ട്, തേങ്ങയുണ്ട്, വിറ്റ കാശ് കിട്ടും, എല്ലാം ഉണ്ടെങ്കിൽ കൂടിയും അവിടുന്ന് ഒരു തേങ്ങ പോലും എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ശമ്പളം എൻ്റെ ഇത് കൂട്ടി വെച്ച് ഹൗസിംഗ് ലോണും എടുത്തിട്ട് ഈ വീട് വെച്ചു. അപ്പൊ അതൊരു അഭിമാനമല്ലേ? ചെറിയ അഭിമാനമല്ലേ കേട്ടോ. അതിന് എൻ്റെ ഭർത്താവ് കൂടെ നിന്നു. പുള്ളിയുടെ ബുദ്ധിയാണ് ഇതെല്ലാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് എന്നെ ഈ റൂട്ടിലാക്കി തന്നതും ഇങ്ങനെ സെറ്റിൽ ചെയ്ത് തന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി വാടക വീട്ടിൽ സാധനങ്ങൾ മാറ്റി താമസിക്കേണ്ട കാര്യമില്ലല്ലോ. ഹൗസിംഗ് ലോൺ കെട്ടിയാൽ മാത്രം മതിയല്ലോ. അത് ഞാൻ കെട്ടിത്തീർക്കും. അതെൻ്റെ മാത്രം അഭിമാനമാണ്. ഇനി സിനിമയിൽ ചലച്ചിത്ര നടന്മാരെ എടുത്തു കഴിഞ്ഞാൽ ആരുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട് നടന്മാര്? മമ്മൂട്ടി. അയ്യോ, മമ്മൂക്ക എൻ്റെ ജീവനാ. മമ്മൂക്ക എന്നെ സഹായിച്ചിട്ടുണ്ട്. പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറയില്ല, അത്രേ ഉള്ളൂ. മമ്മൂക്ക ആരാന്ന വിചാരം? ഈ ആൾക്കാരിങ്ങനെ പറയുന്നില്ലേ ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ അനോണിമസ് കേൾക്കുമ്പോണ്ടല്ലേ ശരിക്കും നമുക്ക് തൊഴിക്കാൻ തോന്നും. പിന്നെ മനസ്സുകൊണ്ട് എത്ര വിളി വിളിച്ചു എന്നറിയാം, വൃത്തികെട്ട വിളികളെല്ലാവരും ഈ യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണുമ്പോഴേ. എന്താണ് ഇവര് വിചാരിച്ചത്? ജീജ ചേച്ചി കണ്ടറിഞ്ഞ മനസ്സറിഞ്ഞ മമ്മൂക്ക എന്താണ്? ജെം ഓഫ് എ മാൻ. പൊന്ന്, മനസ്സിലായില്ലേ? പൊന്ന്, അതാണ് ആ മനുഷ്യൻ. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു മമ്മൂക്കയുണ്ട്. എത്ര പേരെ സഹായിക്കുന്നുണ്ട് ആർക്കും അറിയാത്ത മമ്മൂക്ക. പുള്ളി ആരോടും പറഞ്ഞു അടക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്, ആരും പറയില്ല. എന്ത് വേദന ഉണ്ടായാലും ഒന്ന് മമ്മൂക്ക അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? പുള്ളി ആരോടും പറയുന്നില്ലല്ലോ. എന്തിനാ പറയുന്നേ? എത്ര പേരുടെ പ്രാർത്ഥന ഉണ്ട് അദ്ദേഹത്തിന് എന്നാ വിചാരം? ഇപ്പൊ മമ്മൂക്കയെ പറ്റി ഇപ്പം പറഞ്ഞു. അതുപോലെ ബന്ധങ്ങൾ ആരൊക്കെയുണ്ട് നടന്മാരിൽ? ഒന്ന് മമ്മൂക്ക, ലാലേട്ടൻ, ജോയ് ചേട്ടൻ, ജയൻ ചേർത്തല, ബാബുരാജ്, അവരൊക്കെ നല്ലവരാ. എല്ലാവരും നല്ലതാ. ഇപ്പൊ സിദ്ദിഖിനെ പറ്റി എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര ഇതാക്കിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിഷ്ടമാണ് സിദ്ദിഖിനെ, എനിക്കിഷ്ടമാണ്. കാരണം അവരെ പറ്റിയുള്ള കേസ് അതിൻ്റെ ഭാഗത്ത്, അത് കേസ് കഴിയുമ്പം എന്താണെന്ന് വെച്ചാൽ തീരുമാനമാവട്ടെ. പക്ഷെ നമ്മളോട് സിദ്ദിഖ് എങ്ങനെയാണ്, ഒരു വ്യക്തി നമ്മളോട് എങ്ങനെയാണ് അത് മാത്രമേ അറിയണ്ടൂ. എനിക്ക് എന്നോട് അവരെങ്ങനെയാണ്, പലരും പലതും പറയും, അത് നമ്മൾ കേൾക്കില്ല. ഞാൻ കേൾക്കില്ല, ആരും കേൾക്കില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇതിലുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാം പറയുന്നത് അവരോട് അങ്ങനെ ആയിരിക്കും, അത് അവരങ്ങനെ ആയതുകൊണ്ട്. നമ്മളോട് എങ്ങനെയാണ് പെരുമാറിയത്, ചേച്ചി എന്നുള്ള രീതിയിൽ വളരെ നല്ല ബഹുമാനത്തോടു കൂടിയ ജിജാജി എന്നാ വിളിക്കുക. ജിജാജി, ഹായ് ജിജാജി, അയ്യോ, അങ്ങനെ ചോദിക്കുന്ന ബന്ധമാണ് സിദ്ദിഖ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. ആരെന്ത് വേണം പറഞ്ഞോട്ടെ, അതിലൊന്നും ഞാൻ നിൽക്കില്ല. ഇനി നമുക്കെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നൊരു പിക്ചറാണ് കേട്ടോ.
ഔഫ്. അത് സീമാജി നായർ വീൽ ചെയർ കൊടുക്കുന്ന ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയതാണ്. ആത്മ ദിനേശ് പണിക്കരുണ്ട്, ഞാനുണ്ട്, മനോജ് ഉണ്ട്, ദിലീപ് ഉണ്ട്, ബാക്കിലെ സീമയുണ്ട്. ഇത് സീമ ചെയ്ത പരിപാടിയായിരുന്നു അന്ന്. 125 പേർക്ക് വീൽ ചെയർ കൊടുത്തിരുന്നു. ഈ ദിലീപേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയാം. ദിലീപ് നല്ല മനുഷ്യനാ. ദിലീപ് നല്ല മനുഷ്യനാ. എന്നിട്ട് ചേച്ചി എന്തിനാ ആളുകൾ ആ മനുഷ്യനെ കല്ലെറിയുന്നു? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ എന്താ പറയാ, സ്നേഹം വന്നു, പ്രേമം വന്നു, അത് ഒരാൾക്കല്ല, രണ്ടാൾക്കും, മൂന്നാൾക്കെല്ലാം പ്രേമം വരും, ആർക്കായാലും വരും, ഏത് സ്ത്രീക്കും പുരുഷനും വരും, വരൂലേ? വരുമല്ലോ. പക്ഷേ എന്താ പറയുക, ചില സിറ്റുവേഷൻസിൽ അവരുടെ തലവരയിൽ ഇങ്ങനെയൊക്കെ മാറി വന്നു. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന് പറ്റി ഈ പറയുന്ന കേസുകളും കാര്യങ്ങളും ഉണ്ടല്ലോ, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത് അതൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോണേന്നാണ്, സത്യമായിട്ടും. കാരണം ആ മനുഷ്യൻ അത് ചെയ്യില്ല. അദ്ദേഹത്തിന് അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പിന്നെ അല്ലാതെ ഇവിടെ നമ്മൾ ആത്മേൻ്റെ ഒരു കുട്ടിക്ക് ഇതുപോലെ വീൽ ചെയർ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ആ വീട് ദിലീപ് വെച്ചു കൊടുത്തതാ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ദിലീപേട്ടൻ വെച്ച് തന്ന വീടാണെന്ന്. ദിലീപ് ആരോടെങ്കിലും പറഞ്ഞോ? അങ്ങനെ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന വിചാരം. ചേച്ചി കണ്ട ദിലീപേട്ടൻ അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെടത്തുമില്ല, ചെയ്യത്തുമില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ദിലീപ് രക്ഷപ്പെട്ടു വരണം എന്ന് ഞാൻ ഇന്നും പറയുന്നതിന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ആവണേ. കാരണം ആ മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ. എത്ര കാലം ദുഃഖിച്ച് ജീവിക്കും അല്ലേ? എത്ര കാലം ദുഃഖിച്ച് ജീവിക്കും? അപ്പൊ തീർച്ചയായിട്ടും എല്ലാത്തിൽ നിന്നും വിമുക്തി നേടി എത്രയും പെട്ടെന്ന് പഴയ ആ ഒരു ദിലീപിന്റെ ഗംഭീരതയോടുകൂടി ദിലീപ് വരണം. അതേ ഇതിൽ ഹൈപ്പായിട്ട് വരണം, വന്ന് കാണണം. എന്നിട്ട് ദിലീപിനോടൊപ്പം അഭിനയിക്കണം. ഞാൻ ദിലീപിനോടൊപ്പം അഭിനയിച്ച ആളാണല്ലോ. അഭിനയിക്കണം. കാരണം പുള്ളി വരണം. പുള്ളി ഇപ്പം എങ്ങനെ ഒരു അതിനുശേഷം വന്നതിലൊന്നും തന്നെ ആ ഒരു പഴയ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. എത്ര കോടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സ് രാത്രി ഉറങ്ങാൻ മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? പുള്ളിക്ക് മനസ്സമാധാനം ദൈവം കൊടുക്കണം, എത്രയും പെട്ടെന്ന് കൊടുക്കണം. അത് മാത്രമാണ് പ്രാർത്ഥന. കൊടുക്കണം, നമുക്കത് കാണണം. ഞാൻ ഒരു ഫോട്ടോ കാണിക്കാവേ. അതിനൊരു ഇൻട്രോയും ഞാൻ തരാം. ഫോട്ടോയ്ക്ക് പിന്നില് ഇന്നാണ് ഉദ്ഘാടന വേദികളിൽ നിറഞ്ഞു തകർക്കുവാണ്. കാണിക്കട്ടെ. ഹണി റോസ് ഞങ്ങൾ അമ്മയുടെ മീറ്റിങ്ങിന് എടുത്തതാ. അമ്മയുടെ മീറ്റിങ്ങിന് അവിടെ എത്തിയ സമയത്ത് ഹണി എപ്പോഴും ഭയങ്കര മോഡേൺ ഡ്രസ്സും അങ്ങനെയൊക്കെ അല്ലേ ഇടുക. പക്ഷേ ഈ സമയത്ത്, അതായത് നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഹണി ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഹണി അന്നും ഇന്നും ഈ ഡ്രസ്സ് ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഹണി നല്ലതൊക്കെ അല്ല, നല്ലതല്ലേ? ആൾക്കാർക്ക് അത് വേണം. ഹണി ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഹണി അങ്ങനെ ആവുന്ന ആർട്ടിസ്റ്റ് അല്ലേ? അവരുടെ ബോഡിക്ക് എന്താ വൃത്തിയേട്? ഒരു വൃത്തിയേടും ഇല്ല. പിന്നെ അല്ല, അത് കണ്ട് കൊതിച്ചിരിക്കല്ലേ എല്ലാവരും. അല്ല, ഹണീനെ ബോഡി എന്ത് നീറ്റാണ്, പളുങ്കല്ലേ, പളുങ്ക്. പിന്നെ അത് തന്നെയായിരുന്നു. പിന്നെ മാറ്റങ്ങൾ വന്നു. പിന്നെ ഇച്ചിരി ഒന്ന് ഫ്ലഷായി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് എന്താ പറയണ്ടേ, ബ്രൈറ്റനിങ് ആയി. അതിന് എന്തൊരു ട്രിക്കാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ആ കുട്ടി പക്ഷെ ജമ്മ അതെന്തായാലും ശരി. അഹങ്കാരം അങ്ങനെ ഒന്നുമില്ല. ഇപ്രാവശ്യം മീറ്റിങ്ങിലും കൂടി കണ്ടായിരുന്നു. അത് വേണം, അങ്ങനെ വേണം. ആർട്ടിസ്റ്റ് അല്ലേ, അവർക്ക് ബോറില്ലല്ലോ. അത് അവർക്ക് ചേരുന്നുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് എന്താ മോശം? അവർ ആർട്ടിസ്റ്റ് അല്ലേ, അവരങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വരണം. അതേ ഞാൻ പറയുള്ളൂ. ഹണിയുടെ അടുത്ത് ഞാൻ ക്ഷയിക്കാൻ കൊടുക്കും. ഞാൻ അന്ന് മീറ്റിങ്ങിന് പോയപ്പോഴും ഞാൻ പറഞ്ഞു, ഹണി കലക്കാണല്ലോ മോളെ. ചേച്ചി എന്ന് ഞാൻ പറഞ്ഞില്ല, ബെസ്റ്റ് ആണെന്ന് പറഞ്ഞു. ചേച്ചി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ചേച്ചിയെ പോലെ ഒരു വ്യക്തിയെ എന്റെ മുന്നിൽ കിട്ടുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, അല്ലെ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇന്ന് ഹേമ കമ്മിറ്റി അല്ലേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ വരുന്നു. അവിടെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് നടക്കുന്നത് ആർട്ടിസ്റ്റിന് മാത്രമല്ല. ഇത് നടക്കുന്ന ഒരുപാട്, ഇപ്പം നേഴ്സിംഗിൽ നടക്കുന്നുണ്ട്, ജോലി സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് അവരുടെ പേര്, അവരുടെ ഫോട്ടോ, ഇതെല്ലാം കൂടുതൽ പബ്ലിക്കിൽ ആളുകളിട്ട് അമ്മാനമാണുള്ള കാരണം എന്താണ് ചേച്ചി മനസ്സിലാക്കി? ഇല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സ്ത്രീയും പുരുഷനും ഉള്ളിടത്ത് ഈ വികാരം ഉണ്ടല്ലോ. അപ്പൊ ഇത് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവർക്ക് എന്താ വേറെ മിഷൻ ഉണ്ടോ ശരീരത്തിൽ? ഇല്ലല്ലോ. പിന്നെ ഈ പറയുന്ന ആളുകൾ, ഞാൻ ചോദിക്കുന്നത്, എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്ന് പറയേണ്ടത്?
എന്തുകൊണ്ട് അവർക്ക് ഒരു വിത്തിൻ എ വീക്ക് പറഞ്ഞുകൂടാ? പെട്ടെന്ന് അവർക്ക് വിഷമം ഉണ്ടാവാം, ഏത് സ്ത്രീക്കായാലും. ഇന്നൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറക്ക ഇല്ലായ്മ ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒരാഴ്ച ആകുമ്പോൾ അവർ നോർമൽ ആവൂലേ? എന്തിന് ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഇത് പുറത്തു വന്നത്? പിന്നെ ഈ ഓരോ പ്രശ്നങ്ങൾ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, കഴിവുള്ള ഒരുപാട് പേര് വളർന്നില്ലേ? ആ വളർന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇല്ലേ? അവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തൂടെ? അപ്പം ഇങ്ങനെ ഇല്ലാത്ത എത്ര പേരുണ്ട്, വീക്ക്നെസ് ഇല്ലാത്ത എത്ര നല്ല നല്ല പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഇവിടെ ഉണ്ട്. അവർ സഹായിക്കില്ലേ? എന്നാലും ഒരു വ്യക്തി ഇതുപോലത്തെ ഹേമ കമ്മിറ്റിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഇൻഡസ്ട്രിക്ക് മൊത്തം നാണക്കേടല്ലേ ഉണ്ടാകുന്നത്? ആ ഇൻഡസ്ട്രിക്ക് നിങ്ങൾ നാണക്കേട് യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്ന കരുതിയിട്ട് നമ്മളെ മൈൻഡിൽ പോലും അത് കേഴുന്നില്ലല്ലോ. നിയമങ്ങൾ വരട്ടെ, നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ തീരുമാനങ്ങൾ വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. ശേഷി എത്ര കാലം നിയമങ്ങൾ? ഏ നിയമങ്ങൾ എത്ര കാലം? പ്രഹസനത്തിന് വേണ്ടി വരുന്ന പത്രമാധ്യമങ്ങളിൽ അത് പ്രഹസനം അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊരു എൻഡ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ടോ നിങ്ങൾക്കൊണ്ടോ പറ്റുമോ? പിന്നെ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ഞാനായിട്ട് അങ്ങനത്തെ ഈ പ്രൊഫഷൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനായിട്ട് അങ്ങനത്തെ റൂട്ടുകളിലേക്ക് പോകാതെ എൻ്റെ നല്ല രീതിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടെത്തി മുന്നേറാൻ ശ്രമിക്കുക എന്നല്ലാതെ വല്ലാതെ ഷോർട്ട് കട്ടിലേക്ക് പോയിട്ട് എന്തിനും തയ്യാറായിക്കൊണ്ട് ഞാൻ ഡെവലപ്പ് ആകുമെന്ന് എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ചിന്തിച്ചാൽ, ഞാൻ കഴിവില്ലെങ്കിൽ അവരെന്നെ എങ്ങനെ രക്ഷപ്പെടുത്തും? അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന കഴിവ് എന്നിലില്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറ. ഞാൻ പണ്ട് ഷൂട്ടിങ്ങിന് വരുന്ന കാലത്ത് ഹൈറ്റ് കുറവായതുകൊണ്ട് എന്നെ ഈ യൂണിറ്റിലുള്ള ആൾക്കാരൊക്കെ ജിയ ചേച്ചി വന്നു, ക്വാർട്ടർ സ്റ്റൂൾ എന്ന് പറയും. എന്തിനാ അറിയാം? ഹൈറ്റിന് വേണ്ടിയിട്ട് സ്റ്റൂൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയ സമയത്ത് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ പരിഹസിക്കുകയാണോ എന്ന് എനിക്കൊരു തോന്നല്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഹൈറ്റ് ഇല്ലാത്ത എത്ര പേര് വന്നിട്ടുണ്ട് അല്ലേ? അമ്പിളി ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ ബീന ആന്റണി ഉണ്ട്. ഇവർക്കെല്ലാം ക്വാർട്ടർ സ്റ്റൂൾ വെച്ചിട്ട് തന്നെയല്ലേ വളർന്നത്. എന്നിലൊരു കഴിവുണ്ട്, ഞാൻ ആ കഴിവുകൊണ്ട് ഞാൻ മുന്നേറിക്കോളാം. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ക്വാർട്ടർ സ്റ്റൂൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് തന്നെയല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മേലാൽ ഈ സംസാരം, ഈ കളിയാക്കൽ എൻ്റെ അടുത്ത് എടുക്കരുതെന്ന് പറഞ്ഞു. തൻ്റെ അടുത്തോ? കാരണം ഈ ക്യാമറയൊക്കെ ഉണ്ട്, അവരെ ഷൂട്ടും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഈ ഒരു ശബ്ദം എൻ്റെ അടുത്ത് എടുക്കരുത്. ക്വാർട്ടർ സ്റ്റൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയാണ്, അല്ലാണ്ട് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല. ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ ഇവിടെ ഡെവലപ്പ് ആയിട്ടുമുണ്ട്. ഇത് അവരുടെ കഴിവിനും ഉണ്ടാണ്. ആണല്ലോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു, ചില സ്ത്രീകൾക്കുള്ളൊരു അഹങ്കാരമാണ്, എനിക്കൊരു ആണിനെ, ഒരു പുരുഷനെ തകർക്കണമെങ്കിൽ എനിക്കൊരു കേസ് കൊടുക്കാം. ഈ കേസ് കൊടുത്താൽ ന്യൂസുകാർ പുറത്തു വിടുന്നത് ഒരു പുരുഷന്റെ ഫോട്ടോ, പേര്, കുടുംബചരിത്രം എല്ലാം വിടും. പെൺകുട്ടിയുടെ പേര് വരുന്നത് ഇര. നാളെ ഇത് വിട്ടതിന് ശേഷം പുരുഷൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കോളത്തിൽ തെറ്റുകാരനല്ലെന്ന് പറയും. അതിനോട് ചേച്ചി എങ്ങനെ യോജിക്കും? എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തേ ഇല്ല. ഇര എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, പുരുഷന് ഫോട്ടോയും ഇതും കൊടുക്കുകയാണെങ്കിൽ ഇരയുടെ എന്തുകൊണ്ട് കൊടുത്തൂടാ? അവർക്ക് കേസ് കൊടുക്കാൻ അവർക്ക് അറിയാണെങ്കിൽ അവരെ ഫോട്ടോ കൊടുത്തൂടെ? ഇപ്പൊ തന്നെ ഓരോ നമ്മളെ ഇൻഡസ്ട്രിയിലുള്ള ഓരോരുത്തരെ പറ്റി, ഓരോ ആളുകളെ പറ്റിയും പറഞ്ഞു. ഇപ്പൊ തന്നെ ഇന്നലെ മെഞ്ഞാന്നാറ്റം പറഞ്ഞു നിവിൻ പോളി നിരപരാധി എന്ന് പറഞ്ഞു ഇതാക്കി. അങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവരത് പകർന്നു ഇങ്ങനെ ഓരോന്നും എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് കരുതിയിട്ട് അവരൊന്നും ആർക്കൊന്നും ഇല്ല. അസൂയക്കാരെന്തെങ്കിലുമൊക്കെ പറയുന്നെന്ന് കരുതിയിട്ട് ഇതൊന്നും ആകാൻ പോകുന്നില്ല. നമ്മുടെ ഒന്നും മനസ്സിൽ ഒരിക്കലും നമ്മളെ മക്കളെ പോലെ സ്നേഹിക്കുന്ന ഓരോരുത്തരും, ജയസൂര്യ അടക്കം, ജയസൂര്യ ഒരമ്മയെ പോലെ സ്നേഹിക്കുന്ന ആ സ്നേഹം അനുഭവിച്ച ആളാ ഞാൻ. ഇത് എന്താ മേരി ആവാസിനോ ലൊക്കേഷനിൽ. അപ്പോൾ ആ ഒരു സ്നേഹം കിട്ടി അനുഭവിച്ച ഞാൻ പറയുന്നു, ജയസൂര്യയെ പറ്റി പറയുമ്പോൾ അവരോട് ഇവർക്ക് വേറെ ജോലിയില്ല എന്നല്ലാതെ ജയസൂര്യയെ പറ്റിയിട്ട് എൻ്റെ മനസ്സിലുള്ള ആ ഒരു സ്ഥാനം ഇന്നും എന്നും മരണം വരെ ഉണ്ടാകും. അതാര് പറഞ്ഞാലും തീരില്ല. ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും അത് പറയുന്നുണ്ട്. അയ്യോ പാവൻ ജയൻ, അവന് കുട്ടിത്തമുണ്ട്, കളിയുണ്ട്. കുട്ടിത്തം അതായത് സ്നേഹം കൊണ്ട് ഞാൻ വലിയ ആളാണ്, അങ്ങനെ ഒരു ചിന്തയെ ആ കുട്ടിക്കില്ല. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പിന്നെ അസൂയ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റുന്നു കരുതിയോ? കേസ് വരുമ്പോൾ നിരപരാധി എന്ന് പറയുമ്പം അന്നേരം ഒതുക്കി നിന്നിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ തെറ്റല്ലേ? അപ്പോൾ ഇതിന് ചേച്ചി ഒരു മാറ്റം വരണ്ടേ? മാറ്റം നമ്മളെ കൊണ്ട് വരുത്താൻ പറ്റൂലല്ലോ. നമ്മുടെ നിയമങ്ങൾ, നമ്മളെ കേരളത്തിലെ നിയമങ്ങൾ മാറ്റാൻ പറ്റുന്നതല്ലല്ലോ. നമ്മൾ മാറുക, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഡെവലപ്പ് ആവുക എന്നല്ലാതെ ഇവരുടെ നിയമത്തിലേക്ക് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ബോൾഡാക്കുക. ആരെന്തോ പറഞ്ഞിട്ട് പോട്ടെ, നമ്മളെ ഹൃദയത്തിൽ ആർക്ക് എന്ത് സ്ഥാനമുണ്ടോ, നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ സ്ഥാനം ആര് പറഞ്ഞാലും ഒരിക്കലും മാറില്ല.
എന്ത് നടന്നാലും ഞാൻ ചോദിക്കട്ടെ, ഒരാളെ പറ്റി ഒരാൾ ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് മുഴുവൻ അത് മൊത്തമാണെന്ന് യൂട്യൂബേഴ്സ് പറയുന്നത് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എന്നോട് അവരെങ്ങനാ അത് മാത്രമേ ഉള്ളൂ. വേറെ ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഈ ചെവിയിലോട്ട് പോലും ഞാൻ കേട്ടില്ല. വിളിച്ചു പറഞ്ഞാലും ഞാൻ കേട്ടത്തില്ല, ഞാൻ ശ്രദ്ധിക്കത്തില്ല. അത് എൻ്റെ മനസ്സിൽ ഞാനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് പറ്റുന്ന, എനിക്ക് അവരുടെ സ്വഭാവത്തിൽ എൻ്റെ സ്വഭാവത്തിനും യോജിക്കുന്നതാണെങ്കിൽ മറ്റാര് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. എൻ്റെ മനസ്സിൽ അവരെന്താണോ, എന്നോട് അവരെന്താണോ, നാട്ടുകാർ പറയുന്നതല്ല, എന്നോട് അവരെന്താണ് അതേ ഞാൻ ചിന്തിക്കോളും മരണം വരെ. അങ്ങനെ എത്ര സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരുടെ എന്തെല്ലാം കാര്യങ്ങൾ, വേദനകൾ എന്നോട് ഷെയർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഞാൻ ചേർത്ത് പിടിക്കാറുള്ളൂ. പിടിക്കും. എന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വഴി എനിക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ഞാൻ ചെയ്തു കൊടുക്കും. അതാരോടും പറയത്തില്ല. അങ്ങനെ ഡെവലപ്പ് ആയവരും ഇവിടെ ഉണ്ട്, ആവുന്നവരും ഉണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നവരും ഉണ്ട്. ചേച്ചി ഇനി മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊരു ആഗ്രഹമേ ഇനിയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഫുൾഫില്ലാണെന്ന് ഞാൻ പറയും. മനസ്സിലായില്ലേ? ഇനി എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസേബിൾ കുട്ടികളുണ്ട്. കാരണം ഈ കണ്ണീരുള്ള അമ്മമാരും അച്ഛന്മാരും ഞാൻ നേരിട്ട് കാണുകയാണ്. കാരണം അവർ സന്തോഷമായിട്ട് 20-25 വയസ്സ് വരെ ജീവിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ച് കല്യാണം കഴിഞ്ഞ് ഹണിമൂണൊക്കെ കഴിഞ്ഞ് ഒരു പ്രഗ്നൻ്റായി അതിനും താലോലിച്ച് വളർത്തിയെടുത്ത് പ്രസവം കഴിഞ്ഞ് അത് ഡിസേബിൾ ആണെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റാണോ? ഭഗവാനായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. പിന്നെ ആ കുട്ടിയെ വളർത്തി വരുമ്പം ഇവരെ കൊണ്ട് ആ കുട്ടിയെ ഒറ്റക്ക് നിർത്താനോ ഒറ്റക്കൊന്നും ചെയ്യിക്കാനോ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഈ സന്തോഷിച്ച ഭാര്യയും ഭർത്താവിൻ്റെ എല്ലാ സന്തോഷവും പോവുക. അവർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 2 കുട്ടികൾ ഡിസേബിൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ അവർ പ്രസവം നിർത്തും, മതി ഇനി വേണ്ട, പരീക്ഷിക്കാൻ വയ്യാന്ന്. പക്ഷെ ഇവരുടെ ജീവിതം അതോടുകൂടി തീർന്നു. അവരുടെ അച്ഛനമ്മമാരുടെ ജീവിതം സങ്കടത്തിലായി ആണല്ലോ. അപ്പം ഇവരെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കുറേ ആയിട്ട് ചിന്തിക്കുക. അപ്പം അവർക്ക് വേണ്ടി ഒരു സെൻറ്റർ തുടങ്ങണം. എനിക്ക് തുടങ്ങിയേ പറ്റുള്ളൂ. എങ്കിൽ എൻ്റെ ജീവിതം ഫുൾഫില്ലായി എന്ന് ഞാൻ പറയും. ഭഗവാനോട് അതാണ് ഞാൻ കെഞ്ചുന്നത്. ഭഗവാനെ, ഈ അച്ഛനമ്മമാർ ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സെൻറ്റർ തുടങ്ങിയിട്ട് അവർക്കൊരു ഡേ കെയർ ആദ്യം തുടങ്ങാം. എന്നിട്ട് അവിടെ ഒരു സുഹൃത്തുക്കളും ഫ്രണ്ട്സൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അവരവിടെ സ്റ്റേ ചെയ്യിപ്പിക്കുക. അവർ ഒരാഴ്ച നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ അച്ഛനമ്മമാർക്കും അവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോകാം, വേറെ നാടുകളിൽ എവിടെയെങ്കിലും സ്ഥലം കാണാൻ പോകാം, എന്തെങ്കിലും അവർക്കായിട്ട് ഒരു എൻജോയ്മെന്റ് അവർക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഇവിടെ പൊന്നുപോലെ ആ മക്കളെ നോക്കണം. അങ്ങനെ ഒരു സെൻ്ററാണ് എൻ്റെ അൾട്ടിമേറ്റ് അവസാനം എന്ന് പറയുന്നത്. ഈ ചാരിറ്റിയിൽ അവസാനം എനിക്ക് അത് വേണം. എൻ്റെ അവസാന കാലം അവിടെ ആയിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹം. എനിക്ക് നല്ല പൊന്നുമക്കളാണ്, എൻ്റെ മോന് നല്ല കുട്ടികളാണ്, എൻ്റെ അനിയത്തിക്കൊരു ഡിസേബിൾ കുട്ടിയാണ്. അതിൽ നിന്നാണ് എനിക്ക് അത് തോന്നിത്തുടങ്ങിയത്. പിന്നെ ഈ ആർട്ടിസ്റ്റ് ആയതിനു ശേഷം, ചാരിറ്റി ചെയ്തു തുടങ്ങിയതിന് ശേഷം സ്പെഷ്യൽ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ യാത്ര. അപ്പം അവിടുത്തെ മക്കളെയും അവരുടെ അച്ഛനമ്മമാരെയും അവരുടെ ഗ്രാൻഡ് പാരൻസിനെയും കണ്ടപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിനോടൊരു ചോദ്യമുണ്ട്. എൻ്റെ പൊന്നു വിജയേട്ടാ, ഞാൻ പറയുന്നതാണ് സത്യമായിട്ടും, ഈ എംപ്ലോയ്മെൻറ്റ് PSC എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഈ ഡിസേബിൾ കുട്ടികളുടെ പാരൻസിന് വേണ്ടി ഒരു എംപ്ലോയ്മെൻറ്റ് സെപ്പറേറ്റ് ആയിക്കൂടാ? അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയിട്ട് ഈ പാരൻസിന്, ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസിന് ഒരു ജോലി സാധ്യത എത്രയും പെട്ടെന്ന് ആയിക്കൂടാ? ഈ കൈയിട്ട് വരുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയത്തില്ല, അതായിരിക്കും കേട്ടോ. അല്ല, അതിനോട് ഞാൻ പറയുന്നില്ല, അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. പക്ഷേ ഈ നമ്മുടെ വിജയാട്ടൻ, പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരനാണ്, വിജയാട്ടനാണ് നമ്മൾ പറയുന്നത്. കമലേച്ചി വിജയാട്ടൻ എന്നൊക്കെയാണ് നമ്മൾ പറയുക. കാരണം നമ്മൾ നാട്ടിലായതുകൊണ്ട്. ഞാൻ കണ്ണൂരുകാരിയാണല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ നാട് ധർമ്മടാണ്, പിണറായി ഉണ്ട്. ഞാൻ പറയുന്നത്, ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഡിസേബിൾ ആയിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവരുടെ പാരൻസിനായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇവിടെ ജോലി സാധ്യത വരുമ്പോൾ ആ പാരൻസിന് ഒരു മുൻഗണന ഒന്ന് കൊടുത്തൂടെ? അങ്ങനെ ഒരു ബുദ്ധി അവർക്കുണ്ടായിക്കൂടെ? ഒന്ന് ചെയ്തൂടെ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ജോലി സാധ്യത, ഗവൺമെൻറ് ജോലി കൊടുത്തിട്ടുണ്ട്, ആ മക്കൾക്കൊന്ന് സേഫ് അല്ലേ? ഈ പ്രൈവറ്റിലൊക്കെ പോയിട്ട് 15,000-നും 20,000-നും നിന്ന് കഴിഞ്ഞാൽ ഈ മക്കളെ എങ്ങനെ നടത്താനാ? ഗവൺമെൻറ് കൊടുത്ത് വയസ്സുകാലാവുമ്പോൾ അവർക്കൊരു പെൻഷനെങ്കിലും കിട്ടില്ലേ ഈ പാരൻസിന്? എന്ത് കഷ്ടപ്പാട് അവർ ചെയ്യുന്നുണ്ട്. അതൊന്ന് ചിന്തിച്ചൂടെ? സത്യമായിട്ടും ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് പണ്ടേ ഈ എന്താ പറയുക,
ചാരിറ്റിയും ഇതും അഭിനയത്തിലേക്ക് വരുന്നതിന് മുന്നേ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേൾഡ് എനിക്കില്ല. അതിനെപ്പറ്റി ഈ ഓൺലൈൻ വന്നപ്പോഴാണ് ഇത് പഠിച്ച് ന്യൂസ് കേട്ടാണ് ഇത് പഠിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയില്ല. സത്യമായിട്ടും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതായിരുന്നു ഞാനൊക്കെ ചെയ്യുക. ഡിസേബിൾ ആയിട്ടുള്ള മക്കൾ ജനിച്ച അച്ഛനമ്മമാർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് ഇട്ടിട്ട് അവർക്ക് ജോലി സാധ്യത എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന രീതിയിൽ, രാഷ്ട്രീയം നോക്കരുത്, ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സർക്കാർ, നമ്മുടെ വിജയേട്ടൻ അത് ചെയ്യണേ എന്നൊരു അപേക്ഷയാണത്. സത്യമായിട്ടും എൻ്റെ റിക്വസ്റ്റ് ആണത്. അത് കേൾക്കുന്ന ആളുകളുടെ ചെവികൾ തുറക്കട്ടെ, തുറന്നിരുന്നെങ്കിൽ നല്ല. അപ്പൊ ചേച്ചി ഇനി മുന്നോട്ടുള്ള യാത്രയിലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ഇത്രയും നമ്മളോട് ചെലവഴിച്ചു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു.